നാം വാഴ്ത്തപ്പെടട്ടെ. ഇന്നലെ സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിടിയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവനിശ്ചയതയ്ക്കായി ഒരു ദൈവദിന ഭാഗം വായിക്കുന്നു. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. പിന്മഴയുടെ കാലത്ത് യഹോവയുടെ മഴയ്ക്ക് അപേക്ഷിപ്പിൻ. യഹോവ മിന്നൽപ്പേർ ഉണ്ടാക്കുന്നുവല്ലോ. അവൻ അവർക്ക് വയലിലെ ഏത് സസ്യത്തിനും വേണ്ടി മാരി പേയിച്ചു കൊടുക്കും. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാം ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത് പിന്മഴയുടെ കാലത്ത് യഹോവയോട് മഴയ്ക്ക് അപേക്ഷിപ്പിൻ. പ്രൈസലോ. ഈ പ്രഭാതത്തിൽ കർത്താവ് നമുക്ക് നൽകുന്ന അതിശ്രേഷ്ഠമായ ഒരു പ്രാർത്ഥന വിഷയമാണ് മഴയ്ക്ക് അപേക്ഷിപ്പിൻ എന്നുള്ളത്. പ്രൈസലോ. ഇതെല്ലാ കാലഘട്ടത്തിലും ഈ വചനം പ്രാധാന്യമാണ്. എന്ന് പറഞ്ഞൊരു വേനൽ വന്ന് മനുഷ്യൻ ചൂടുകൊണ്ട് പൊള്ളി ആമെല്ലിയ വളരെ ഭാരപ്പെടുന്ന ആ സമയത്ത് മഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കുക എന്നുള്ളതല്ല ഇവിടെ ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ ചിന്തിക്കുന്നത് പിന്മഴയുടെ കാലത്ത് യഹോവയുടെ മഴയ്ക്ക് അപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ വലിയൊരു ആത്മമാരിയുടെ അനുഭവത്തെയാണ് ഇവിടെ ദൈവവചനം പറയുന്നത്. ലേലിയ. അപ്പം കർത്താവ് നമ്മോട് പറയുന്ന യഹോവയുടെ അന്വേഷിപ്പിൻ, ലേലിയ, അപേക്ഷിപ്പിൻ, അവരോട് യാചിപ്പിൻ, അവരോട് ചോദിക്കുവിൻ. അല്ലേലിയ. അപ്പൊ യാചിപ്പിൻ എന്നാ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടുമെന്നത്തെ തിരുവഴുത്തിനകത്ത് നമ്മൾ മത്തായിയുടെ സുവിശേഷം വായിക്കുന്ന പോലെ നമുക്ക് ഈ കാലഘട്ടത്തിൽ വലിയൊരു ആത്മീയ ഉണർവ് ആവശ്യമാണ്. ഒരു വലിയ മിന്നൽപ്പിടർ നമുക്ക് ആവശ്യമാണ്. അല്ലേലിയ. അത് നൽകിത്തരുവാൻ സർവശക്തനായ ദൈവത്തിന് യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ. അല്ലേലിയ. ആ മിന്നൽപ്പിടർ ദൈവം നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാക്കുവാൻ ആത്മാവിന്റെ വലിയൊരു ശുശ്രൂഷ, ആത്മാവിന്റെ വലിയൊരു ഒഴുക്ക്, ആത്മാവിന്റെ അഭിഷേകം, വലിയൊരു ആത്മീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങളെ ദൈവം ഒരുക്കിയെടുക്കാൻ വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ ആത്മാവിന്റെ ഒരു മഴ പെയ്യാൻ വേണ്ടി നിങ്ങൾ കർത്താവിന്റെ അപേക്ഷിക്കണം. അല്ലേലിയ. അപ്പൊ ആത്മാവിന്റെ മഴയാൽ ഉണർവ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രൈസലോ. ഈ നാളുകളിൽ ദൈവസഭകളും ദൈവമക്കളും ഉറങ്ങിക്കിടക്കുകയാണ്. കാരണം അവർക്കെല്ലാം സ്ഥാനമാനങ്ങളും അധികാരങ്ങളും പേരും പ്രശസ്തിയും പ്രശംസയ്ക്കും വേണ്ടി പലരും കൂടി ധനത്തിനും മാനത്തിനും ആമയും പേരിനും പെരുമയ്ക്കും വേണ്ടി ഓടി ഈ ലോകത്തിലെ ഇഷ്ടങ്ങൾ കൊണ്ട് ഓടിയതുകൊണ്ട് ആത്മാവിന്റെ മഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കുവാൻ ദൈവസഭകൾക്കും ദൈവമക്കൾക്കും സമയമില്ല. അതിന്റെ നടുവിലാണ് പ്രവാചകൻ നമ്മെ ഓർപ്പിക്കുന്നത്. അല്ലേലൂയ. പിന്മഴയുടെ കാലത്ത് യഹോവയോട് മഴയ്ക്ക് അപേക്ഷിപ്പെന്ന് പറയുന്നത്. അല്ലേലൂയ. ഒരാത്മാവിന്റെ മഴ ആവശ്യമാണ്. ആത്മാവിന്റെ ഉണർവിനാൽ അനേക പ്രാർത്ഥന വീരന്മാരെ സർവശക്തൻ എഴുന്നേൽപ്പിക്കും. അല്ലേലൂയ. പ്രാർത്ഥന പോരാളികളെ ആമീൻ ദൈവജനത്തിൽ നിന്ന് ദൈവം എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സഹോദരന്മാരിൽ നിന്ന്, സഹോദരിമാരിൽ നിന്ന്, യുവാക്കന്മാരിൽ നിന്നും ആമീൻ നമ്മുടെ കൗമാരക്കാരിൽ നിന്ന് അനവധി പ്രാർത്ഥനാ വീരന്മാരെ, പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ ദൈവം എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ കാലഘട്ടം ഒരു ഉണർവിന്റെ കാലഘട്ടമാണ്. അതുകൊണ്ടാണ് ലോകം ക്രൈസ്തവ സമൂഹത്തെ ഭയപ്പെടുന്നത്. ഒരു ഉണർവിന്റെ കാലഘട്ടമായതുകൊണ്ടും ദൈവസഭ അതിവിശാലമായി തീരുന്നതുകൊണ്ടും ദൈവസഭയുടെ അതിരുകളൊക്കെ വിശാലമായി മാറുന്നതുകൊണ്ടും നമ്മുടെ ഞെരുക്കങ്ങളെ ദൈവം മാറ്റി സഭയ്ക്കകത്ത് ഇടുക്കം മാറ്റി സഭയ്ക്കകത്ത് ആത്മാക്കൾ കൂട്ടമായിട്ട് കടന്നു വരുന്നതും രക്ഷിക്കപ്പെടുന്നതും സ്നാനമേൽക്കുന്നതും വിശുദ്ധ ജീവിതം നയിക്കുന്നതും മുമ്പ് അവർക്കുണ്ടായിരുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും എല്ലാം മാറ്റിവെച്ചിട്ട് ആമേ സർവശക്തനായി ദൈവം കർത്താവായ യേശുക്രിസ്തുവാണ് ഏക രക്ഷകൾ എന്ന തിരിച്ചറിവ് കഴിഞ്ഞപ്പോൾ പലരും ദൈവത്തിലേക്ക് തിരിഞ്ഞ് അത് കണ്ടപ്പോൾ ലോകം ക്രൈസ്തവ സമൂഹത്തെ നോക്കി ഭയപ്പെടുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ശരിയല്ലേ? ആമേൻ. അത് തന്നെയാണ്. അതുകൊണ്ടാണ് ക്രൈസ്തവർക്ക് തന്നെ ഉപദ്രവം വരുന്നത്. പക്ഷെ ഉപദ്രവം വന്നാലും ഉണർവ് നിൽക്കത്തില്ല കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന് വചനം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ആമീൻ നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന വീരന്മാരെ എഴുന്നേൽപ്പിക്കും. അതുകൊണ്ട് നമ്മൾ ആമീൻ പ്രാർത്ഥനയോടുകൂടി പ്രാർത്ഥനയുടെ അഗ്നി ഇറങ്ങാൻ വേണ്ടി നമ്മൾ ദൈവസന്നിധി ചേർന്നിരിക്കണം. പ്രാർത്ഥനയുടെ ആത്മാവിന്റെ അഗ്നി ഇറങ്ങത്തക്ക പോലെ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരടക്കം യേശുവിന്റെ അമ്മയടക്കം 120 പേർ ഒന്നിച്ച് കൂടിയിരുന്ന ആ മാളികമുറിയിൽ അല്ലേലൂയ അവർ കൂടിയിരുന്ന സ്ഥലം കുരുങ്ങിയെന്ന അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർ എഴുത്തുമേലും പതിഞ്ഞു. അവർ ഓരോരുത്തരും അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങി. ഹല്ലേലൂയ. അങ്ങനെ ആ യെരൂശലേം ദേവാലയത്തിൽ ഉത്സവത്തിന് വന്നിരുന്നതിൽ 3000 പേര് ഈ ഉണർവിന്റെ അനുഭവത്തിലേക്ക് വന്ന് മാനസാന്തരപ്പെട്ടു. അവർ കർത്താവിനോട് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ച് പിറ്റേന്നാൾ 5000ങ്ങളായി ദിനം പ്രതി സഭ വളർന്നു, ഇന്നും വളരുന്നു.
അത് ആത്മമാരി. അപ്പം ദൈവം നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മൾ പ്രാർത്ഥിച്ച ദൈവം എന്ത് ചെയ്യും? വലിയ ഉണർവഹിക്കും. പ്രാർത്ഥന പോരാളികളെ നമ്മുടെ തമ്പുരാൻ എഴുന്നേൽപ്പിക്കും കേട്ടോ. ഹല്ലേലൂയ. ആകയാൽ പിൻവഴിയുടെ കാലത്ത് മഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നത് എത്ര ആവശ്യമായിരിക്കുന്നു എന്നുള്ളത് ഈ നാളുകളിൽ നിങ്ങൾ തിരിച്ചറിയണം. ഒരു ഉണർവ് നിന്റെ കുടുംബത്തിൽ സംഭവിക്കട്ടെ. നിന്റെ മാതാപിതാക്കളിൽ, നിന്റെ മക്കളിൽ, നിന്റെ ഭാര്യയിൽ, നിന്റെ ഭർത്താവിൽ, നിന്റെ സഹോദരങ്ങളിൽ, ബന്ധുമിത്രാദികളിൽ, നിന്റെ ദേശത്ത്, നിന്റെ സമൂഹത്തിൽ, അയൽവാസികളിൽ, നീ കൂടി വരുന്ന മേഖലകളിൽ നിന്റെ സഭയ്ക്കകത്ത് വലിയൊരു ഉണർവുണ്ടാകുവാൻ ഹല്ലേലൂയ നീ യഹോവയോട് അപേക്ഷിക്കണം, കർത്താവിന്റെ അപേക്ഷിക്കണം. രക്തം ചെയ്യും. നാളുകളിൽ ദൈവജനം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉണരട്ടെ, പ്രാർത്ഥനയ്ക്ക് മടങ്ങി വരട്ടെ. കസേരക്കാരി വിട്ട് ഞാൻ എല്ലാ ദിവസവും പറയാറുള്ളത്, അത് വിട്ടിട്ട് ഹല്ലേലൂയ സ്തോത്രം, നിങ്ങൾ മടങ്ങി വരണം. ഒരു എല്ലിന്റെ പുറകെ പല പട്ടികൾ ഓടി നടക്കുന്നത് പോലെ നമ്മൾ ഈ അധികാരത്തിന് വേണ്ടി ഓടി നടക്കരുത്. ഹല്ലേലൂയ. നമ്മൾ നായ്ക്കളെ പോലെ ആകരുത്. ഹല്ലേലൂയ. സ്വാഗാത്ത വേലക്കാരെ പോലെ ആകരുത്. നമ്മൾ കർത്താവിന് വേണ്ടി പ്രയോജനമുള്ളവരായി മാറണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ അവസാന നാളുകളിൽ, അന്ത്യനാളുകളിൽ ആത്മാവിന്റെ ഒരു പിന്മഴ ആവശ്യമാണ്. ശക്തിയോടെ പെയ്തിറങ്ങുന്ന, അത്ഭുത പ്രവർത്തികളോടുകൂടി പെയ്തിറങ്ങുന്ന ഒരു അനുഭവത്തെ ഈ ദിവസങ്ങളിൽ ദൈവം തരുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ നാളുകളിൽ ആത്മാവിന്റെ മഴ എങ്ങനെയാണ്? അഭിഷേകത്തിന്റെ മഴയായി. അത് വളരെ ആത്മശക്തിയോടെ ഹല്ലേലൂയ വളരെ ശക്തിയോടെ ദൈവം മഴയെ അയക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അപ്പം നദി കരകവിഞ്ഞൊഴുകുന്നത് പോലെ, നദി കരകവിഞ്ഞൊഴുകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? മഴ പെയ്ത് കഴിയുമ്പോൾ, മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിക്കഴിയുമ്പോൾ, പുതുമഴ പെയ്ത് കഴിയുമ്പോൾ നദികളും തോടുകളും പുഴകളും ആറുകളും കായലുകളും കടലുകളും ഒക്കെ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നത് പോലെ ഹല്ലേലൂയ ഈ നാളുകളിൽ വലിയൊരു ആത്മാവിന്റെ മഴയെ അയച്ച് നദി കരകവിഞ്ഞൊഴുകുന്നത് പോലെ ദൈവസഭയ്ക്കകത്ത് ദൈവമക്കളുടെ ഉള്ളിൽ ആത്മാവിന്റെ നദി കരകവിഞ്ഞൊഴുകുന്ന നിലയിലേക്ക് വന്നു കഴിയുമ്പോൾ ആ നദി ഒഴുകി ദേശം മുഴുവൻ വ്യാപിക്കും. ആ നദി അങ്ങോട്ട് ഒഴുകാൻ തുടങ്ങും. ആത്മാവിന്റെ മഴ അങ്ങോട്ട് ഒഴുകാൻ തുടങ്ങിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും? ദേശത്ത് പടരും. ഹല്ലേലൂയ. ആ നദി പലരിലേക്ക് ഒഴുകി ചെല്ലും. ഹല്ലേലൂയ. പല ഭവനങ്ങളിലേക്ക് ഒഴുകാൻ തുടങ്ങും, പല രാജ്യങ്ങളിലേക്ക് ഒഴുകാൻ തുടങ്ങും. ഹല്ലേലൂയ. അങ്ങനെ ആ നദി ഒഴുകി ചെല്ലുന്നിടത്തെല്ലാം വളരെ ഫലമുണ്ടാകാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. അപ്പം ഈ നാടുകൾ എന്ത് ചെയ്യണം? നമ്മൾ മഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കണം. അതുകൊണ്ടാണ് യഹോവ മിന്നൽപ്പഴം ഉണ്ടാക്കുന്നല്ലോ, അവർക്ക് വയലിലെ ഏത് സസ്യത്തിനും വേണ്ടി മാരിപ്പിച്ചു. വയലിലെ ഏത് സസ്യത്തിനും. അപ്പൊ ഒരു വയലല്ലേ, അല്ലെങ്കിൽ ഒരു ഭൂമിയില്ലേ, ഒരുപാട് സസ്യങ്ങളുണ്ടല്ലോ, അതിനു വേണ്ടിയിട്ട് അവൻ മാരി വയ്ക്കും നമ്മുടെ കർത്താവ്. ഇന്ന് പറഞ്ഞ പോലെ ഈ ഭൂമിയിലെ സകല ജാതിമത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടില് തൊട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന സകല ജനത്തിന്മേലും, ചെറിയവരും വലിയവരുമായിരിക്കുന്ന എല്ലാവരുടെ മേലും, എല്ലാ ഗോത്രങ്ങളും ദ്വീപുകളും ആദിവാസി മേഖലയിലും ഹല്ലേലൂയ ഈ കാലഘട്ടത്തിൽ ഒന്നുകൂടെ പറയട്ടെ, ശൈശവത്തിനും ബാല്യത്തിനും കൗമാരത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും ഞാനും വൃദ്ധരും അശരണരും യാചകരും ഓട്ടജും ജുവലും തടവറയിൽ വരെ താമസിക്കുന്നവർക്ക്, ജീവിക്കുന്നവരുടെ മേൽ ദൈവം മാരി അയക്കാൻ ആഗ്രഹിക്കുക, ഈ മഴ അയക്കാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് ഉണർവ് എല്ലായിടത്തും സംഭവിക്കുന്നത്. ജയിലിൽ വരെ ഉണർവ് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ദൈവത്തിന്റെ പ്രവൃത്തിയാ അതൊക്കെ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരെ സ്നേഹിത, ഹല്ലേലൂയ കരകവിഞ്ഞൊഴുകുന്നത് പോലൊരു അനുഭവമാണ് നമുക്ക് ആവശ്യം. ശിഷ്യന്മാർ പ്രാർത്ഥിക്കുമ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുരുങ്ങി. ആയിരക്കണക്കിന് ജനങ്ങൾ രക്ഷിക്കപ്പെട്ടു. പത്രോസ് വചനത്തെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു എന്ന് അപ്പോസ്തല പ്രവർത്തി നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. എല്ലാവരും പത്രോസ് ചെയ്ത് വചനം പ്രസംഗിച്ചപ്പോൾ കേട്ടിരുന്നവരുടെ മേലെല്ലാം പരിശുദ്ധാത്മാവ് വന്നു. അങ്ങനെയല്ലേ വേദപുസ്തകം അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം അതിന്റെ 44-ാമത്തെ വാക്യം വായിക്കും. ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ജാതികൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നു. ഹല്ലേലൂയ. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കിയാൽ പത്രോസിനോട് കൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവ് എന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ട് വിസ്മയിച്ചു എന്നാണ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞ കൊർന്നലിയോസിന്റെ ഭവനത്തിലെ പത്രോസിന്റെ ഒരു പ്രസംഗമാണ്. കൊർന്നലിയോസിന്റെ വീട്ടിൽ പത്രോസ് എന്ന് പ്രസംഗിച്ച് കഴിഞ്ഞപ്പോഴത്തേന് എന്ത് ചെയ്തു? വചനം കേട്ടിരുന്ന മേലൊക്കെ അങ്ങോട്ട് ആത്മാവ് ഇറങ്ങാൻ തുടങ്ങി. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ശ്രോതാവി, നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങണം. നമുക്കറിയാം, ലക്ഷങ്ങൾ കോടിക്കണക്കിന് രൂപ മുടക്കി കൺവെൻഷനുകൾ നടത്തുന്നില്ലേ? അവിടുത്തെ ഡിനോമിനേഷൻ സംഘടനകളൊക്കെ എത്രയോ കോടി മുടക്കിയ അതിന്റെ കൺവെൻഷൻ നടത്തുന്നത്. ഞങ്ങൾ ഇത്രാമത് നടത്തി എന്ന് പേരും പ്രസ് എത്രയോ സഭകളെ നടത്തുന്നത്.
പക്ഷേ പത്രോസ് കൊർന്നല്യോസിന്റെ ഭവനത്തിൽ പ്രസംഗിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങിയതുപോലെ നിങ്ങൾ നടത്തുന്ന കോടികളുടെ കൺവെൻഷനകത്ത് എവിടെയെങ്കിലും പരിശുദ്ധാത്മാവ് ഇറങ്ങാറുണ്ടോ? ആരുടെയെങ്കിലും മേൽ പരിശുദ്ധാത്മാവ് വരാറുണ്ടോ? അല്ലേ? കാരണം ഇല്ല. എന്തോ നിങ്ങൾ തിന്നതും കുടിച്ചതാ പറയുന്നത്. നിങ്ങൾ തിന്നതും കുടിച്ചതും അല്ലെ പോയതും പിന്നെ വെട്ടണം, കുത്തണം, അല്ലരിയ തുണ്ട്, എന്തെല്ലാം കരി പൂണ്ടാണ് നിങ്ങൾ പ്രസംഗിക്കുന്നത്. സൗമ്യതയുടെ ആത്മാവിൽ സ്നേഹത്താൽ സന്തോഷത്താൽ നിറയപ്പെട്ട ഹൃദയം കൊണ്ട് നിങ്ങൾക്ക് ദൈവവചനം പ്രസംഗിക്കുന്നത് അറിയാതെ പോയി. അതറിയാതെ പോയതുകൊണ്ട് നിങ്ങൾ കോപത്തിന്റെ അടിസ്ഥാനത്തിൽ കോപിക്കപ്പെട്ട നിങ്ങൾ ദൈവവചനം ശുശ്രൂഷ പല ശുശ്രൂഷകന്മാരും നോക്കിക്കോണം. അവരുടെ മുഖത്ത് പ്രതികാരത്തിന്റെ ദാഹമാണ്. മാത്രമല്ല, അവർ പ്രസംഗിക്കുമ്പോൾ മറ്റ് ഡിനോമിനേഷനുകളെ കുറ്റപ്പെടുത്തുക, മറ്റു വിശ്വാസികളെ കുറ്റപ്പെടുത്തുക, മറ്റു മതങ്ങളെ കുറ്റപ്പെടുത്തുന്നു. അവരുടെ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പലരും കരുതുള്ളി പ്രസംഗിക്കുന്നു. അതുകൊണ്ട് ആമീൻ, നമ്മുടെ ശുശ്രൂഷയ്ക്കകത്ത് പരിശുദ്ധന്മാവ് ഇറങ്ങുന്നില്ല. അല്ലേ? നിങ്ങൾ ഈ അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം അതിന്റെ 34 തൊട്ട് ആമീൻ 34 തൊട്ട് അല്ലേ 43 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ പത്രോസ് ഏതെങ്കിലും ആരെങ്കിലും കുറ്റപ്പെടുത്തുന്നതും കലിതുള്ളി പ്രസംഗം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടില്ല. സ്നേഹത്തിന്റെ വാക്കുകളിൽ സ്നേഹാദരവോടുകൂടി ക്രിസ്തുവിന്റെ സ്നേഹത്തെക്കുറിച്ച് കൊർന്നല്യോസിന്റെ ഭവനത്തിൽ പത്രോസ് വിളിച്ചു പറഞ്ഞപ്പോൾ അവിടെയാണ് പരിശുദ്ധാത്മാവ് വന്നത്. രക്തം ചൈവന്യം കേൾക്കുന്നവരുടെ സ്നേഹിത, നമ്മുടെ പ്രസംഗത്തിനകത്ത് പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കണം. പ്രേസലോ, നിങ്ങൾ പ്രസംഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ പ്രസംഗിക്കുന്നിടത്ത് പരിശുദ്ധാത്മാവിന്റെ ആ പ്രവൃത്തി വെളിപ്പെടുത്തുള്ളൂ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ശുശ്രൂഷയ്ക്കകത്ത് വന്നാൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ചില ആളുകൾ പറയും കേട്ടോ, അയ്യോ ഞങ്ങളുടെ ഈ വർഷത്തെ കൺവെൻഷൻ ഭയങ്കര കൺവെൻഷൻ ആയിരുന്നു കേട്ടോ, ഭയങ്കര കൺവെൻഷൻ. ഗ്രൗണ്ട് നിറച്ചായിരുന്നു, കസേരകളൊന്നും ഇല്ലായിരുന്നു, പിന്നെ ജനമൊക്കെ റോട്ടിൽ നിൽക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നത് കേൾക്കാം. പിന്നെ ചില അയ്യോ ഞങ്ങളുടെ ഈ വർഷത്തെ കൺവെൻഷൻ ഭയങ്കര കഴിഞ്ഞ വർഷത്തെ കാട്ടി കൂടുതൽ ആളുണ്ടായിരുന്നു. അതൊക്കെ നിന്റെ കൺവെൻഷൻ എത്ര വലുതായിരുന്നാലും, അത് എത്ര കൂടി ഇത് 10,000 കൂട്ടിയാലും 25,000 കൂട്ടിയാലും അല്ലേരിയ കർത്താവിനതൊന്നും പ്രശ്നമല്ല കേട്ടോ. അല്ലേരിയ നിന്റെ കൺവെൻഷനകത്ത് എത്ര ആള് കൂടുന്നു എന്നുള്ളതല്ല പ്രാധാന്യം. നിന്റെ കൺവെൻഷനകത്ത്, നിന്റെ പ്രസംഗത്തിനകത്ത്, നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് എത്ര പേര് അഭിഷേകം പ്രാപിച്ചു എന്നുള്ളതാണ്. അല്ലേരിയ കൺവെൻഷനകത്ത് ആള് കൂടുന്നതല്ല സഭ വളരുന്നത്. കൺവെൻഷനകത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നതും പരിശുദ്ധാത്മാവിനാൽ അത്ഭുതങ്ങൾ നടക്കുന്നതും കുഞ്ഞുകുട്ടി ആപങ്കല വൃത്തം ആത്മാവിൽ നൃത്തം ചെയ്ത് ആരാധിക്കുന്ന അന്യഭാഷ ദൈവത്തെ സ്തുതിക്കുന്നതും രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നതും ഭൂതബാധർ വിടുവിക്കപ്പെടുന്നതും കൃപാവരങ്ങൾ ഏറ്റെടുക്കുന്നതും അപ്പോസ്തലിക ശുശ്രൂഷയ്ക്ക് വേണ്ടി, പ്രവാചക ശുശ്രൂഷയ്ക്ക് വേണ്ടി, ഇടയ ശുശ്രൂഷയ്ക്ക് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി ആമീൻ പലരെയും വേർതിരിക്കുന്ന ഒരു ശുശ്രൂഷ വെളിപ്പെടുന്നതാണ് യഥാർത്ഥ ഉണർവ് കൺവെൻഷൻ എന്ന് പറയുന്നത്. അല്ലാതെ അല്ലേരിയ നിങ്ങളുടെ സ്റ്റേജ് കടന്ന് ചാടി പ്രകമ്പനം സൃഷ്ടിച്ച് നിങ്ങൾ കുരുങ്ങി മറിഞ്ഞൊന്നും അല്ല ഉണർവുണ്ടാക്കുന്നത്. ഇന്നത്തെ കൺവെൻഷനകത്തും ഇന്നത്തെ സ്വാമി സഭായോഗങ്ങൾക്കകത്തും ഒക്കെ ഭൂതമായി ഇറങ്ങുന്നത് മുഴുവൻ. അല്ലേലിയ സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കും, ഇന്നത്തെ കൺവെൻഷൻ നടന്നില്ല, അവിടെ ഭൂതം ഇറങ്ങും. ഇന്നത്തെ സഭായോഗത്തിൽ ഭൂതം ഇറങ്ങും, ഇന്നത്തെ ഉപവാസപ്രാർത്ഥത്തിൽ ഭൂതം ഇറങ്ങും, ഇന്നത്തെ ചെറിയ കൺവെൻഷനകത്ത് ഭൂതം ഇറങ്ങും. എല്ലായിടത്തും ഭൂതം ഇറങ്ങുന്നത്, പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നില്ല. അതുകൊണ്ട് ഭൂതം ഇറക്കാൻ വേണ്ടിയിട്ട് കുറെ അല്ലരിയ അതിനുവേണ്ടി പ്രത്യേകമായിട്ട് അല്ലരിയ ട്രെയിനിങ് പ്രാപിച്ച ദൈവദാസന്മാരുണ്ട്, വിദേശിമാരുണ്ട്. ഭൂതം മാത്രമേ ഉള്ളൂ. അവരുടെ ഭൂതം ഇറക്കാൻ വരുന്നവനൊരു ഭൂതമായിട്ടാണ് വരുന്നത്. അവന്റെ മേലുള്ള നിറഞ്ഞ ഭൂതത്തെ അവൻ വിശ്വാസികളിലേക്ക് കയറ്റി കൊടുക്കും. അതുകൊണ്ട് വിശ്വാസികളെല്ലാം ഭൂതാത്മാവിനെ അങ്ങോട്ട് തുള്ളാൻ തുടങ്ങും. അല്ലേരിയ വീണ്ടെടുക്കപ്പെട്ടവനെ, രക്ഷിക്കപ്പെട്ടവനെ, ദാനപ്പെട്ടവനെ, അഭിഷേകമുള്ളവനാ, അന്യഭാഷയുള്ളവനാ, അവന്റെ സഭയുടെ യോഗം തുടങ്ങിയപ്പോൾ ഭൂതം ഇറങ്ങിയ. ഇപ്പൊ എന്ത് ചെയ്ത് കൺവെൻഷനകത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നില്ല. പിന്നെ എന്താണ്? ഭൂതമിറങ്ങുന്നു. അല്ലേരിയ ഭൂതശാന്തി നടക്കുന്നു. എന്നെ കേൾക്കുന്ന മാതാവി പിതാവേ, നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് അഭിഷേകം ഇറങ്ങട്ടെ. അല്ലേരിയ നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് അഭിഷേകം പറഞ്ഞു. പിന്നെ ചിലർക്ക് ശുശ്രൂഷിക്കുമ്പം പറയുന്നതാണ് നമുക്ക് 5 കോടിയുടെ ആലയം പണിയണം, 10 കോടി ആലയം പണിയണം, അങ്ങ് തിരുവനന്തപുരത്ത് പണിയണം, കൊട്ടാരക്കാട് പണിയണം, കോട്ടയത്ത് പണിയണം, അങ്ങ് വിദേശത്ത് ജെറുസലേമിലൊക്കെ പണിയണം. അതുകൊണ്ട് നിങ്ങൾ കാരണം ഇത് ചോദിക്കുന്നുണ്ട്. വർഷങ്ങളായി ചോദിച്ചു കൂട്ടി 5 വീട്ടും തലമുറയ്ക്ക് തിന്നാനുള്ള കൂട്ടി വെച്ചിട്ട് വീണ്ടും എന്നോട്ടിരിക്കുക. അല്ലേരിയ സുന്ദരം എന്ന ഗോപുര ദേവാലയത്തിൽ ആ മനുഷ്യൻ ഇത് ഇരന്നതുപോലെ അവനൊരു വിടുതൽ കിട്ടി. എന്നിട്ട് ഇന്നത്തെ ഇരക്കുന്നവർക്കൊരു വിടുതൽ കിട്ടിയില്ലെന്നുള്ളതാണ്. അല്ലേരിയ രക്തജയം ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എന്താണ് സത്യം പറയണ്ടേ? സത്യം വിളിച്ചു പറഞ്ഞില്ലേ? കർത്താവ് നമ്മോട് പിണക്കത്തിലെ, കോപിക്കത്തിലെ, നിത്യത്തിൽ നമുക്ക് ചെല്ലണ്ടേ? സത്യം വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഈ പണത്തിന് വേണ്ടി
ഇരക്കുന്ന ശുശ്രൂഷ മാറ്റിവെക്കണം. നീ പോയതും തിന്നതും കുടിച്ചതും പറയുന്ന ശുശ്രൂഷ മാറ്റിവെക്കണം. പ്രകോപനത്തോടെ മറ്റുള്ളവരെ ശാസിക്കുന്ന കുറ്റപ്പെടുന്ന ശുശ്രൂഷ മാറ്റിവെക്കണം. പ്രതികാരത്തിന് മാറ്റിവെക്കരുത്. തരണം. നിനക്ക് വിസയ്ക്ക് വേണ്ടി നീ പ്രസംഗിക്കരുത്. വിദേശത്തേക്ക് പോകാൻ വേണ്ടി നീ പ്രസംഗിക്കരുത്. അച്ചായന്റെ അമ്മാമ്മയുടെ പേഴ്സിന്റെ കനം കണ്ടിട്ട് നീ പ്രസംഗിക്കരുത്. അച്ചായന്റെ ബാങ്ക് ബാലൻസ് അച്ചായൻ വിദേശത്താണ്, അമ്മാമ്മ വിദേശത്താണ്, അത് കണ്ടിട്ട് നീ പ്രസംഗിക്കരുത്. ജീവിത വിശുദ്ധിയെ പ്രസംഗിക്ക്. അടിസ്ഥാനപരമായി ദൈവത്തിന്റെ വചനം നീ പ്രസംഗിച്ചു തുടങ്ങും. ദൈവം പരിശുദ്ധാത്മാവിനെ അയക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ദാസനെ, എന്നെ കേൾക്കുന്ന ദൈവദാസിയെ, എവിടെയെങ്കിലും നീ ശുശ്രൂഷിച്ച് പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഇറങ്ങാത്തത്? നിനക്ക് വിശുദ്ധിയില്ല. നിന്റെ ഉള്ളിൽ ദിവ്യാഗ്രഹം കയറി കിടക്കുക, അത്യാഗ്രഹം കയറി കിടക്കുക. നിന്റെ ഒരു കോപം, ശാഠ്യം, ദന്തവഷം, ഭിന്നത, അസൂയ, കുല, ചതി, പിണക്കം എന്ന് വേണ്ട സകല ജാരശങ്ക എന്താ? ഹല്ലേലൂയ. അതാണ് ഇന്നത്തെ പലർക്കും ഉള്ളത്. ജാരശങ്ക, സംശയം അല്ലേ? ഭാര്യ സംശയം, ഭർത്താവിന്റെ സംശയം, ഭാര്യ സംശയം, ഭാര്യയ്ക്ക് ഭർത്താവിന്റെ സംശയം, പാസ്റ്റർ സംശയം. ഹല്ലേലൂയ. എന്തെല്ലാമാണ്! ഉണർവിന്റെ കാലഘട്ടത്തിൽ നീ പ്രാർത്ഥിക്കേണ്ടതിന് പകരമായി ഇന്ന് നിനക്ക് ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയും. നെട്ടോട്ടം ഓടുക. ഇന്നത്തെ കാലത്തുകൾ എന്ത് ചെയ്യും? ഒരു സഭയുടെ പാസ്റ്റർ അടുത്ത സഭയിലെ വിശ്വാസികളുടെ വീട്ടിലേക്ക് കൂടുക. ഒരു സഭയുടെ വിശ്വാസിയുടെ ഒരു സഭയിലെ പാസ്റ്റർ അടുത്ത സഭയിലെ പാസ്റ്റർ വീട്ടിലേക്ക് അല്ലെങ്കിൽ വിശ്വാസിയുടെ വീട്ടിലേക്ക് കൂടുക. എന്തിനാ? അടുത്ത സഭയിലെ പാസ്റ്റർ വീട്ടിലേക്ക് അടുത്ത സഭയെ കുറ്റം പറയുക. പാസ്റ്റർമാർ തമ്മിൽ കുറ്റം പറയുക. അതുപോലെ ഒരു സഭയിലെ പാസ്റ്റർ അദ്ദേഹത്തിന്റെ സഭയിൽ അല്ലാത്ത മറ്റൊരു സഭയിലെ വിശ്വാസത്തിൽ വീട്ടിൽ ചെന്ന് ആ സഭ അവർ പോകുന്ന സഭയിലെ പാസ്റ്റർ കുറ്റം പറയുക. ഇവിടെയൊക്കെ എങ്ങനെ പരിശുദ്ധാത്മാവ്? എന്നിട്ട് സഭയ്ക്കകത്തുനിന്ന് പറിച്ചു നടത്തുക പലരും. ഇവനെ സഭയ്ക്കകത്തും പറിച്ചു നടന്നവനാ. ഇവൻ ജാതികളിൽ നിന്ന് പറിച്ചു നടന്നവനല്ല. സഭയ്ക്കകത്ത് രക്ഷിക്കപ്പെട്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവനത്തെ പറിച്ച നുണ പറയുന്ന നുണയന്മാരായിരിക്കുന്ന അനവധി ആളുകൾ, ഉപദേശിമാർ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിനെ സൂക്ഷിക്കണം. എനിക്കൊരുപാട് അനുഭവമായി. എന്റെ സഭയ്ക്കൊന്ന് എന്റെ സഭയിലെ വിശ്വാസത്തിൽ വീട്ടിൽ ചെന്ന് നുണ പറയുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. ഞാൻ പിന്നെ അങ്ങ് സഹിക്കുക. എന്താ പറയുക, നമുക്കൊന്നും നിർത്താൻ പറ്റത്തില്ലല്ലോ. മാനസാന്തരപ്പെട്ടവനല്ലേ നുണ പറയാതിരിക്കുള്ളൂ. ആത്മാവിന്റെ അഭിഷേകമുള്ളവൻ, അന്യഭാഷയുള്ളവൻ, കൃപയുള്ളവൻ, കൃപാപരമുള്ളവൻ, അവന്റെ ദർശനമുള്ളവൻ, വെളിപ്പാടുള്ളവൻ, അല്ലേലൂയ. കർത്താവുമായിട്ട് ബന്ധമുള്ളവൻ, വിശുദ്ധിയുള്ളവൻ, വേർപാട് പാലിക്കുന്നവൻ, തനിച്ചു പാർക്കുന്നവൻ ഒരിക്കലും മറ്റൊരു സഭയ്ക്കകത്തും മറ്റൊരു സഭാവിശ്വാസത്തെ വീട്ടിൽ ചെന്ന് കുറ്റം പറയാൻ പോകത്തില്ല. ശുശ്രൂഷയ്ക്കകത്തും കുറ്റം വിളിച്ച് പറയത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതവിടെ നിൽക്കട്ടെ. നിങ്ങൾ വാക്യങ്ങൾ ചിന്തിച്ച് നിങ്ങൾ അങ്ങ് മനസ്സിലാക്കുക. ഇവിടെ ഇത് അന്ത്യകാലമാണ്. ദൈവസഭ ഉണരേണ്ട കാലഘട്ടം അന്ത്യകാലമാണ്. ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്ന് പ്രവാചകൻ പറഞ്ഞ വാക്കുകൾ ഈ നാളുകളിൽ നിവർത്തിക്കണം. അല്ലെങ്കിൽ ഈ പ്രവാചകന്റെ വാക്കുകൾ നിറവേറാൻ സമയമായി. ഇവിടെ യോവേൽ പ്രവാചകൻ എഴുതി വെച്ചു. ഹല്ലേലൂയ. യോവേൽ പ്രവാചകരൊക്കെ എഴുതി വെച്ച വചനം നമ്മൾ ബാബേൽ പ്രവാസകാലത്ത് അടിമത്തത്തിൽ കിടക്കും സ്വാതന്ത്ര്യമില്ലാത്ത നെബൂഖദ്നേസറിന്റെയും ദാര്യാവേശിന്റെയും ബേൽശസ്സറിന്റെയും സോദം ഖുരേശിന്റെ ഒക്കെ അധികാരത്തിൽ കിടക്കുന്ന ആ കാലഘട്ടത്തിൽ ഹല്ലേലൂയ ദൈവജനം വളരെ പീഡയിലൂടെ കടന്നു പോകുമ്പോഴും ഹല്ലേലൂയ അവരുടെ ഉള്ളിലെ ആഗ്രഹം എന്തോ ഒരു ഉണർവാണ്. ആ ഉണർവുണ്ടാകാൻ വേണ്ടി ദൈവം പല പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ച് പ്രവാചകന്മാരിൽ കൂടെ യഥാർത്ഥ പ്രവാചന ശബ്ദം നമ്മൾ കേൾപ്പിച്ച്. അതാണ് യോവേൽ പ്രവാചകൻ 2-ാം അധ്യായം 28-ാം വാക്യത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. അതിന്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിന് പകരം നിങ്ങളുടെ പുത്രന്മാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ദാസന്മാരും ദാസിമാരുടെ പേരും കൂടെ ഞാൻ ആ നാളുകളിൽ ഹല്ലേലൂയ എന്റെ ആത്മാവിനെ പകരും. ഈ പറഞ്ഞ ദൈവവചനം, യോവേൽ പ്രവാചകൻ പറഞ്ഞ വചനം, കാലങ്ങൾക്ക് ശേഷം യേശുക്രിസ്തു എന്റെ ശുശ്രൂഷയുടെ പര്യവസാനത്തെങ്കിൽ യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തിന് സ്വർഗാരോഹണം ചെയ്ത് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ കൂടിയിരുന്ന 100 മേൽ പണം അയച്ചപ്പോൾ എന്ത് ചെയ്തു? പ്രവാചകൻ പറഞ്ഞ ഈ അഭിഷേകത്തിന്റെ ശുശ്രൂഷ, അഗ്നിയുടെ അഭിഷേകം, ഈ ആത്മാവിന്റെ അഭിഷേകം പെയ്തിറങ്ങിയത് 120 പേരുടെ മേൽ. അപ്പോസ്തല പ്രവൃത്തി ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ. 2-ാം അധ്യായം നിങ്ങൾ വായിക്കും, നിങ്ങൾക്ക് മനസ്സിലാക്കും. മാത്രമല്ല അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 16-18 വാക്യം വായിക്കുമ്പോൾ ഈ പ്രവാചകൻ പറഞ്ഞ വാക്കുകൾ അവിടെ കാണാൻ കഴിയും. രക്തനിശ്ചയം. എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന നമുക്ക് മത്സരമല്ല ആവശ്യം. നമുക്ക് കടിച്ചുപിടിയല്ല ആവശ്യം. ഹല്ലേലൂയ. നമുക്ക് അല്ലെങ്കിൽ ഈ കാലഘട്ടം ഉണർവാണ് ആവശ്യം. ഉണർവ് വേണ്ടി നീ വിശുദ്ധിയോടുകൂടി നിൽക്കണം. നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങിട്ട്, അഭിഷേകം ഇറങ്ങിട്ട്, കൃപാവരങ്ങൾ വെളിപ്പെടുന്ന നിന്റെ സഭയിൽ നിന്റെ മുമ്പിൽ നിൽക്കുന്ന, നിന്റെ മുമ്പിലിരിക്കുന്ന വിശ്വാസികളിൽ ആത്മാവ് ഇറങ്ങണം. പരിശുദ്ധാത്മാവ് ഇറങ്ങുമ്പോഴാണ് ഒരു ഉണർവുണ്ടാകുന്നത്. അവിടെയാണ് ഉണർവിന്റെ ശുശ്രൂഷ. സഭയ്ക്കകത്ത് ആത്മാവിൽ ജനം നിറയപ്പെടുമ്പോൾ
കാണുമ്പോൾ, അല്ലെങ്കിൽ അന്യഭാഷ സംസാരിക്കുന്ന സമയത്ത് കുഞ്ഞു കുട്ടികൾ ആത്മീക്ഷേത്രം നിറയുന്നത് കാണുമ്പോൾ, വെളിപ്പാടുകൾ ദർശനങ്ങൾ പ്രാപിക്കുമ്പോഴാണ് സഭയുടെ ഉണർവെന്ന് പറയുന്നത്. അല്ലാതെ 10,000 പേര് കൂടിയത് കൊണ്ടല്ല ഉണർവ് കേട്ടോ. എല്ലാവരും 10,000 പേരെ കൂട്ടാൻ വേണ്ടി നടക്കുക. 10,000 പേര് കൂടിയിട്ട് നിനക്ക് ഉണർവുണ്ടാകത്തില്ല. ഇവിടെ 10,000, 15,000, 20,000 ആരാധിക്കുന്ന സഭകളുണ്ട്. പക്ഷെ അത് ഉണർവില്ലെന്നുള്ളതാ. അഭിഷേകം ഇറങ്ങുന്നതിൽ എന്തുകൊണ്ട് അവിശുദ്ധിയില്ല? വിശുദ്ധി നഷ്ടപ്പെട്ടു പോയ ദൈവസഭയോട് പറയട്ടെ, നീ വിശുദ്ധിക്ക് മടങ്ങി വാ. നിന്റെ ജഡത്തിലെ ആത്മാവിനെ സകല കൺവെൻഷൻ നീക്കി ദൈവവിദ്യ വിശുദ്ധിയെ തികച്ചുകൊണ്ട് നീ ദൈവത്തോട് ക്ഷമാപണത്തോടെ ഏറ്റു പറഞ്ഞ് കർത്താവോട് പറ, കർത്താവി, ഒരു ആത്മാവിന്റെ അഭിഷേകം പ്രവാചകൻ സക്കറിയാവ് പറഞ്ഞ ആ സ്തോത്രം, ആ അഭിഷേകം എൻ്റെ പകരണമേ. ആമി പിൻവഴിയുടെ കാലത്ത് യഹോവയുടെ മഴയ്ക്ക് അപേക്ഷിക്കുകയും യഹോവ മിന്നൽപ്പിന് ഉണ്ടാക്കുന്നുവല്ലോ. ആ ദൈവത്തിന്റെ വചനം നിന്റെ ജീവിതത്തിൽ നിന്ന് വെളിപ്പെടാൻ വേണ്ടി നീ ആത്മാവിൽ നിറയപ്പെടാൻ വേണ്ടി കണ്ണുനീരോടെ ദൈവസനി പ്രാർത്ഥിക്കണം. രക്തനിശ്ചയം ഇത് കാലഘട്ടമാണത്. ഒരു ഉണർവിന്റെ കാലഘട്ടമാണ്. നിന്റെ തലമുറയെ ദൈവം ഉപയോഗിക്കാൻ വേണ്ടി നീ ഉപവസിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്ക്. നിന്റെ സഭയ്ക്കകത്ത് പരിശുദ്ധന്മാർ ഇറങ്ങാൻ വേണ്ടി നീ കരഞ്ഞ് പ്രാർത്ഥിക്ക് കണ്ണുനീരോടെ. സഭയുടെ അശുദ്ധിയെ മാറ്റിക്കളയണം. ജീവിതത്തിന്റെ അശുദ്ധിയെ, ദുർഗന്ധങ്ങളെ മാറ്റിക്കളയുന്ന പല സഭകളും പല പ്രസ്ഥാനങ്ങളും ദുർഗന്ധം വമിക്കുക. പല പ്രസ്ഥാനങ്ങളും വേർപെട്ട കൂട്ടങ്ങളാണ്, വലിയ ബന്ധക്കോസ്താണ്. പക്ഷെ പല പ്രസ്ഥാനങ്ങൾക്കകത്ത് ഇന്ന് ദുർഗന്ധത്തിന്റെ മണവാ. അല്ലെങ്കിൽ അവരെ സൗരഭ്യം വീശാൻ അധികം വിളിച്ചത് സൗരഭ്യം പരത്തുന്നവരായി മാറണം. നമുക്കറിയാം, വലിയ മറിയ തന്റെ കയ്യിലുണ്ടായിരുന്ന സ്വച്ഛ ജലമാംസി തൈലം യേശുവിന്റെ തലയിൽ ഒഴിച്ച് ആ വീട് സൗരഭ്യം കൊണ്ട് നിറഞ്ഞുവെന്ന എനിക്ക് തോന്നുന്നേ. യോഹന്നാൻ സുവിശേഷം 12-ാമത്തെ നിങ്ങൾ വായിച്ചാണോ? വീട് മുഴുവൻ സൗരഭ്യം കൊണ്ട് നിറഞ്ഞ് നിന്നെ വിളിച്ചിരിക്കുന്നത്. നീ ചെല്ലുന്നിടത്ത്, നീ ശുശ്രൂഷിക്കുന്നിടത്ത്, നീ ആരാധിക്കുന്നിടത്ത്, നീ സുവിശേഷം പറയുന്നത് നിന്നിലൂടെ ക്രിസ്തുവിന്റെ സൗരഭ്യം നിറയപ്പെടുക വേണം. അല്ലാതെ ദുർഗന്ധമല്ല വേണ്ടത്. ലേരിയ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താ, സഭയ്ക്കകത്താലും വളരെ ദുർഗന്ധങ്ങളാണ് പൊട്ടിപ്പുറപ്പെടുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കൺവെൻഷൻ നടക്കുമ്പോൾ, ശുശ്രൂഷ നടക്കുമ്പോൾ, സഭായോഗം നടക്കും, ഉപവാസപ്രാർത്ഥന നടക്കുമ്പോൾ, കാത്തിരിപ്പ് യോഗം നടക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? പരിശുദ്ധാത്മാവ് അല്ല ഇറങ്ങുന്നത്, ഭൂതാത്മാവ് ഇറങ്ങുന്നു. പിന്നെ അവിടെ ബോധശാന്തിയാണ്. ഇത്രയും കാലം ഭൂതത്തെ ശാസിച്ചിട്ട് ഒരു ഭൂതത്തിന് സ്വതന്ത്രമാകുന്നുമില്ല. യേശു ഭൂതത്തെ ശാസിച്ചു. ആ ഭൂതം പിന്നെ അവന്റെ ഗേതര ദേശത്തെ ഭൂതകസനമേൽ ഉണ്ടായിരുന്ന ലഗിയോൻ 6,000-ലധികം ഭൂതങ്ങൾ അവന്റെ മേലുള്ളത്. അല്ലേരിയ അവന്റെ മേലുണ്ടായിരുന്ന ഭൂതത്തെ ശാസിച്ചപ്പോൾ എന്ത് ചെയ്തു? ആ ഭൂതങ്ങളെല്ലാം കൂട്ടത്തോടെ പന്നികളിലേക്ക് ചെന്ന്, പന്നി കടുംതൂക്കത്തോടെ ചെന്ന് കടലിൽ ചാടി വീർക്കൂട്ടി ചത്തു. പിന്നെ ആ മനുഷ്യന്റെ മേൽ ഭൂതം വന്നില്ലെന്നുള്ളതാ. അത് യേശു ശാസിച്ച ഭൂതം ഇറങ്ങിപ്പോ. ഇന്നത്തെ ദൈവസഭ ദൈവദാസന്മാരെ ശാസിച്ചും ഭൂതം ഇറങ്ങത്തില്ല, ഭൂതത്തെ കയറ്റിക്കൊടുക്കും. ഇന്നത്തെ ദൈവദാസനിലേക്ക് ശാസന നടക്കുന്നുണ്ട്, പക്ഷെ ഭൂതത്തെ കയറ്റി കൊടുക്കുക. യേശു ശാസിച്ചപ്പോൾ എന്ത് ചെയ്തു? ഭൂതം ഇറങ്ങി. ശാസി ഭൂതം ഇറങ്ങിപ്പോയി. പൗലോസ് വെളിച്ചപ്പാടത്തെ ശാസിച്ചപ്പോൾ വെളിച്ചപ്പാടത്തിന് മേലുണ്ടായിരുന്ന ഭൂതം പോയി. അല്ലേരിയ ഇന്ന് നമ്മളൊക്കെ എന്തൊക്കെ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്? അല്ലെങ്കിൽ നമ്മുടെ ശുശ്രൂഷയിൽ ഭൂതം ഇറങ്ങുന്നുണ്ടോ? നിങ്ങൾ മടങ്ങി വന്ന് മാനസാന്തരപ്പെടും. മാനസാന്തരം അന്ത്യകാലത്ത് കർത്താവിന് വേണ്ടി ഫലം കായ്ക്കലല്ലോയ്യ. അപ്പൊ ഇവിടെ കർത്താവ് പറയാണ്, എന്റെ ആത്മാവിനെ ഞാൻ സകല ജഡത്തിന്മേലും പകരും എന്ന് കർത്താവ് അരുളിച്ചിരിക്കുക. ഈ ചൊരിയപ്പെട്ട ദൈവത്തിന്റെ വചനം, ഈ അപേക്ഷിച്ച ദൈവത്തിന്റെ വചനം നമ്മൾ ഏറ്റെടുത്ത് പിന്മഴയുടെ ശക്തിക്കായി നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഏലിയാവിന്റെ ദിവസങ്ങളിൽ നടന്നതുപോലെയും അഗ്നി ഇറങ്ങും. ഏരിയ നമ്മൾ മഴയ്ക്ക് വേണ്ടി, പിന്മഴയ്ക്ക് വേണ്ടി അപേക്ഷ പ്രാർത്ഥിച്ചാൽ ഏലിയാവിന്റെ കാലത്ത് ദൈവം അഗ്നി അയച്ചതുപോലെ, പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നി ദൈവം പകർന്നതുപോലെ ഈ കാലഘട്ടത്തിൽ ദൈവസഭയില് ഒരു അഗ്നിയുടെ അഭിഷേകത്തെ പകരാൻ ആഗ്രഹിക്കുക. ശുദ്ധീകരിക്കപ്പെടണം. സഭ ശുദ്ധീകരിക്കപ്പെടണം. ദൈവമക്കൾ കുടുംബത്തിനകത്ത് തൊട്ട് ശുദ്ധീകരിക്കപ്പെടണം. ഞാനും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടണം. അല്ലേലൂയ. നമ്മുടെ ആദരങ്ങൾ കൊണ്ട്, അല്ലേലൂയ, നമ്മുടെ ആദരങ്ങൾ കൊണ്ട് മോശമായത്, ദോഷമായത്, അശുദ്ധമായത് സംസാരിക്കാതെ ക്രിസ്തുവിന്റെ സ്നേഹത്തെ സംസാരിച്ചു തുടങ്ങണം. നിന്റെ അകത്തെ വിശുദ്ധിയെ പുറത്തു കൊണ്ടുവരണം. ഇന്നത്തെ കാലഘട്ടത്തില് മനുഷ്യൻ നല്ലപോലെ നല്ല തൂവെള്ളം വസ്ത്രം ധരിക്കും, നല്ല വെള്ള ഉടുപ്പ്, നല്ല വെള്ള പാൻറ്, ഇനി വെള്ള പാൻറ്റും പിന്നെ നല്ല ജുബയൊക്കെ ഇറക്കമുള്ള, ചില നല്ല സ്തോത്ര പാൻറ്റും ഒക്കെ ഇട്ട് നല്ല കറുത്ത ഷർട്ടും ഒക്കെ ഇടും, ചില നാലുവിന്റെ കോട്ടൊക്കെ ധരിക്കും, പിന്നെ മീശയൊക്കെ വടിച്ച് നല്ല ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് നല്ല വൃത്തിയായി ഒക്കെ വരും പലരും. അല്ലേരിയ കണ്ടാൽ ഒരു കുഴപ്പമില്ല, നല്ല നമ്മളെ കാണുമ്പോൾ ഭയങ്കര ചിരിയൊക്കെ ചിരിക്കും, കൈയൊക്കെ തരും, ഒക്കെ തരും. പക്ഷെ പുറമെ ഭയങ്കര അഴകാ, കണ്ടാൽ പുറമെ ഭയങ്കര വിശുദ്ധിയാ, അകത്ത് വെടിമരുന്നായിരിക്കുന്നേ.
അകത്ത് വെടിമരുന്നും വെച്ചോണ്ട് ഈ പുറമെ ഈ വേഷഭൂഷാദികൾ അണിയുന്ന അകത്ത് വെടിമരുന്നും വെച്ചോണ്ട് പുറത്ത് നീ എത്ര വേഷഭൂഷാദി അണിഞ്ഞാലും ഉണർവിന് ദൈവം അയക്കത്തില്ലെന്നേ. പുറമെ വെടിപ്പാക്കിയിട്ട് കാര്യം അകം വെടിപ്പാക്കണം. പ്രൈസലോ. പലരുടെ അകത്തുന്ന കരിമരുന്നിരിക്കുക, വെടിമരുന്ന്. അത് കറുത്തിങ്ങിരണ്ട് പുകഞ്ഞുകൊണ്ടിരിക്കുക. എന്നോട് സ്നേഹത്തിൽ സംസാരിക്കും, എന്നോട് ലോകത്തിൽ സംസാരിക്കും, എന്നോട് ചിരിച്ചുകൊണ്ട് സംസാരിക്കും. എന്നോട് സംസാരിച്ചുകൊണ്ട് മാറുന്നതിനെ അപ്പുറത്തൊരു ദൈവദാസനെ കാണും. നിങ്ങൾ അറിഞ്ഞോ ആ ദൈവദാസനെ കുറിച്ച്? ആ ഭാഷ പറഞ്ഞ അയാളെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞോ? ഇതല്ല നിന്റെ അകത്ത് കരിമരുന്നായിരിക്കുന്നത്. നിന്റെ അകത്തെ കരിമരുന്ന് മാറ്റിയിട്ട് നീ വിശുദ്ധിയിലേക്ക് വിശുദ്ധിയിലേക്ക് വന്ന് നീ ദൈവത്തിന്റെ വചനം മലിനത കൂടാതെ മായം ചേരാതെ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുക. ലരിയ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് രചിപ്പാൻ വകയില്ലാത്ത വേലക്കാനായി ദൈവത്തിന് കൊള്ളാവുന്നതിനായി നിൽപ്പാൻ ശ്രമിക്കുക എന്നാണ് 1 തീമോഥെയോസിന്റെ 2:15 നമ്മൾ വായിക്കുന്നത്. അല്ലേരിയ. മാനസാന്തരപ്പെട്ട് മടങ്ങി വാ. കർത്താവ് ഉണർവഹിക്കാൻ ആഗ്രഹിക്കുന്നു. നിന്നെ ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. നിന്റെ തലമുറയെ ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. നിന്റെ സഭയ്ക്കകത്ത് ഉണർവ് തരാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ദേശത്ത് ഉണർവ് തരുവാൻ ആഗ്രഹിക്കുന്നു. നിന്റെ കുടുംബത്തിൽ നീ പാടി ആരാധിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ, നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടുന്ന, നിന്റെ കുടുംബത്തിനകത്ത് ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ഉണർവുണ്ടല്ലോ. നിന്റെ അയൽ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കാൻ ദൈവം ആഗ്രഹിക്കുക. നിന്നിലൂടെ ഉണർവ് സകല ജനത്തിലേക്ക് വ്യാപരിക്കണം. 120 പേർ പകർന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം 120 പേർ ഒന്നിച്ച് ആരാധിച്ചപ്പോൾ എന്ത് ചെയ്തു? അതങ്ങ് പെരുകുവാൻ തുടങ്ങി, വർദ്ധിക്കുവാൻ തുടങ്ങി. ആ അഭിഷേകം പലരുടെ ജീവിതത്തിലേക്ക് വന്നു. അതുകൊണ്ടാണ് കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ പത്രോസ് ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ വചനം കേട്ടവരുടെ മേലെല്ലാം പരിശുദ്ധാത്മാവ് വന്നു. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 10:44 വായിച്ചത്. അപ്പോൾ അവിടെ ഇരുന്നവരെല്ലാം വിസ്മയിച്ചു. പരിശുദ്ധാത്മാവ് അവരുടെ മേലും വന്നല്ലോ. നമുക്ക് അങ്ങനത്തെ സന്തോഷത്തിന്റെ ശുശ്രൂഷ കിട്ടാറുണ്ടോ? ഇന്ന് പോലെ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ യോഗം കഴിഞ്ഞിട്ട്, പ്രാർത്ഥന കഴിഞ്ഞിട്ട്, ഭവനത്തിൽ ചെന്നിട്ട് വന്ന ശുശ്രൂഷ ദൈവദാസന്മാരുടെ കുറ്റം പറയാതെ, വിശ്വാസികൾ കുറ്റം പറയാതെ നിന്റെ ഭവനത്തിൽ ചെന്ന് നീ ഇരിക്കുമ്പോൾ അന്നത്തെ ശുശ്രൂഷയുടെ മഹാത്മ്യത്തെക്കുറിച്ച്, പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്തെക്കുറിച്ച്, പരിശുദ്ധാത്മാവിന് മഹത്വം കൊടുത്തുള്ളതിന് മക്കളുടെ മുമ്പിൽ കുടുംബത്തിൽ സംസാരിക്കുക. അവിടെയാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നത്. അല്ലാതെ യോഗം കെട്ടിച്ച് വന്ന ദൈവദാസനെ തൂക്കി അളന്ന് കുറിച്ച് അതെല്ലാം എഴുതി വെച്ച് പല തുണ്ടുകളായിട്ട് പല മൊബൈലിലേക്ക് അയച്ച് ഹല്ലേലൂയ വീട്ടിൽ മക്കളോടൊപ്പം ഇരുന്ന് ദൈവദാസന്മാരുടെ ദൈവമക്കളെ കുറ്റം പറഞ്ഞ നിന്റെ കുടുംബത്തിനകത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങത്തില്ല. പിന്നെ കുടുംബത്തിനകത്ത് സാത്താൻ ഇറങ്ങും. നിന്റെ മക്കളും ഇത് സാത്താൻ ഇറങ്ങും. നീ സംസാരിക്കുന്നത് കുറ്റപ്പെടുത്തലാ. അതുകൊണ്ട് സാത്താനാ നിന്റെ ഒരിക്കൽ വരുന്നത്. കുറ്റപ്പെടുത്തുന്നത് മുഴുവൻ സാത്താനാ. സഹോദരന്മാരെ, രാപ്പകൽ കുറ്റം ചുമത്തുന്ന അപവാദി. അതുകൊണ്ട് സഹോദരന്മാരെ, രാപ്പകൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ കർത്താവ് നേരത്തെ വെട്ടിക്കളഞ്ഞുവെന്ന് വെളിപ്പാട് പുസ്തകം 12 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ഹല്ലേലൂയ. സ്തോത്രം. നല്ല എബ്രാഹിം ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ഹല്ലേലൂയ. സഹോദരന്മാരെ, രാപ്പകൽ കുറ്റം ചുമത്ത അപവാദിയെ ആമെ തള്ളിയിട്ട് കളഞ്ഞുവെന്ന്. സ്തോത്രം. അപ്പൊ ഇത് നമ്മൾ ഈ എബ്രാഹിം ലേഖനത്തിൽ വായിച്ച് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ദൈവമക്കളെ കുറ്റം ചുമത്തുന്ന അപവാദിയെ കാണാൻ കഴിയും. അതുകൊണ്ട് നീ ദൈവസഭയ്ക്കകത്ത് കേട്ട വചനത്തെ അത് ഉൾക്കൊള്ളാതെ, വചനം അനുസരിച്ചാൽ പിൻവഴിക്ക് വേണ്ടി നീ അപേക്ഷിക്കാതെ ഒരു മിന്നൽപ്പിണർ നിന്റെ ജീവിതത്തിൽ ഉണ്ടായി വൈല്യ ഏതും സസ്യത്തിനും മാരി വീഴ്ച കൊടുക്കുന്ന കർത്താവിനോട് നീ താണിരുന്ന് പ്രാർത്ഥിക്കാതെ നീ കുറ്റം പറയുമ്പോൾ നിന്റെ കുടുംബത്തിനകത്ത് ദുർഭൂതങ്ങൾ വ്യാപരിക്കും. അതാണ് ഉണർവിന്റെ തടസ്സം എന്ന് പറയുന്നത്. മനസ്സാന്തരപ്പെട്ട് മടങ്ങി വരണം. അതുകൊണ്ട് ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, പിന്മിനയ്ക്ക് വേണ്ടി നമ്മൾ ശക്തിയായി പ്രാർത്ഥിക്കുമ്പോൾ ഏലിയാവിന്റെ ദിവസങ്ങളിൽ സംഭവിച്ചതുപോലെ ദൈവം തീയിറങ്ങും. യെശയ്യാവിന്റെ പ്രാർത്ഥന എന്താണ്? യെശയ്യാവിന്റെ പ്രാർത്ഥന? യെശയ്യാവ് ഭയങ്കര കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. എന്താണ്? യെശയ്യാ പ്രവാചകൻ പുസ്തകം 64:2 ഇങ്ങനെ വായിക്കുന്നു. ഹല്ലേലൂയ. തീയിൽ ചുള്ളി കത്തുന്നത് പോലെയും തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെയും മലകൾ നിന്റെ മുമ്പിൽ ഉരുകി പോകത്തക്ക വണ്ണം നീ ആകാശം കീറി ഇറങ്ങി വന്നെങ്കിൽ കൊള്ളായിരുന്നു. പ്രവാചകന്റെ ഹൃദയത്തിലെ ആത്മഭാരം എന്ന് ഓർത്തിരിക്കുകയെ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ്. പ്രവാചകൻ വീണ്ടെടുപ്പിന് വേണ്ടി ഒരു പ്രാർത്ഥനയാണ് ഇവിടെ കഴിക്കുന്നത്. അയ്യോ, ജാതികൾ തിരുമുമ്പിൽ വിറയ്ക്കത്തക്കവണ്ണം നിന്റെ നാമത്തെ നിന്റെ വൈരികൾക്ക് വെളിപ്പെടുത്തുവാൻ. ജാതികൾ ഹല്ലേലൂയ നിന്റെ മുമ്പിൽ വിറയ്ക്കത്തക്കവണ്ണം നിന്റെ നാമത്തെ ഹല്ലേലൂയ നിന്റെ വൈരികൾക്ക് വെളിപ്പെടുത്തുവാൻ.
ലേഖനത്തിന്റെ പ്രവാചകൻ തീങ്കൽ അല്ലെ തീങ്കൽ ചുള്ളി കത്തുന്നത് പോലെയും തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെയും മലകൾ നിന്റെ മുമ്പിൽ ഉരുകി പോകത്തക്കവണ്ണം നീ ആകാശം കീറി ഇറങ്ങി വന്നെങ്കിൽ കൊള്ളായിരുന്നു. എന്ത് ദാഹമല്ലേ അത് നമുക്ക് ഈ കാലഘട്ടത്തിൽ ഇങ്ങനത്തെ ദാഹമാ. പ്രവാചകൻ യെശയ്യാവിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തുണ്ടായി ഉണർവുണ്ടല്ലോ, ഈ ദാഹമുണ്ടല്ലോ. ഇന്നത്തെ സഭയ്ക്കുണ്ടോ? ഹല്ലേലൂയ. ഇന്നത്തെ സഭയ്ക്ക് ആത്മദാഹമുണ്ടോ? ആത്മഭാരമുണ്ടോ? ജാതികളുടെ മാനസാന്തരം വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? ദൈവസാമ്യം ദൈവജനത്തിന്റെ ദൈവമക്കളുടെ വൈരികളുടെ മാനസാന്തരം വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോയി. പണ്ടത്തെ പോലെ പ്രാർത്ഥനയില്ല. ഇന്നെല്ലാം പിറുപിറുപ്പാ. അതുകൊണ്ട് തീവ്രവാദികൾ പെരുകി, ഭീകരവാദികൾ പെരുകി, വർഗീയതകൾ പെരുകി, വർഗീയവാദികൾ പെരുകി കഴിഞ്ഞു. ദൈവസഭ ദൈവമക്കൾ ക്രൈസ്തവ സഭയ്ക്ക് നേരെ ആക്രമണങ്ങൾ വളരെ ശക്തമായി കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, നീ ഇരുന്ന് പ്രാർത്ഥിക്കുക. അയ്യോ, ജാതികൾ തിരുമുമ്പിൽ വിറയ്ക്കത്തക്കവണ്ണം നിന്റെ നാമത്തെ നിന്റെ വൈരികൾക്ക് വെളിപ്പെടുത്തുവാൻ, ദൈവത്തിന്റെ നാമത്തെ ദൈവത്തിന്റെ വൈരികൾക്ക് വെളിപ്പെടുത്തുവാൻ ആമേ തീയിൽ ചുള്ളി കത്തുന്നത് പോലെ എന്നെ ഉപയോഗിക്കണമേ. തീങ്കിൽ വെള്ളം തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെ മലകൾ നിന്റെ മുമ്പിൽ ഉരുകി പോകത്തക്കവണ്ണത്തിൽ നീ എന്നെ അത് ഉപയോഗിക്കണം. നീ ഒന്ന് ഇറങ്ങി വരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം കേട്ടോ. അല്ലേ? അങ്ങനെ പ്രാർത്ഥിച്ചാൽ, കണ്ണുനീരോടെ ആത്മഭാരത്തോടെ പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. അല്ലേ? അപ്പം പ്രവാചകനെ പോലെ ശക്തമായ ആത്മാവിന്റെ ഭാരം, ആത്മഭാരമാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യം. അല്ലേ? രക്തം ചെയ്യും. അതുകൊണ്ട് കർത്താവ് ഹൃദയശുദ്ധി ഉള്ളവനെ ദൈവം ആത്മാവിൽ നിറയ്ക്കത്തുള്ളൂ. ഹൃദയശുദ്ധി ഉള്ളവർ ആത്മാവിൽ നിറയപ്പെടും. അവരുടെ മേൽ ദൈവം അഭിഷേകം, അവർക്ക് ദൈവം വെളിപ്പാട് കൊടുക്കും, ദർശനം കൊടുക്കും. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഹല്ലേലൂയ, ഞാൻ നിങ്ങളൊരു കാര്യം ഉറപ്പിക്കാം. നിങ്ങളോട് പലരും പറയാറുണ്ട്, എന്റെ പാസ്റ്റർ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു വെളുപ്പിനെയാ. അത് മറന്നുപോയി. പിന്നെ സ്വപ്നം കണ്ട് അങ്ങ് തെളിവായിട്ടില്ല. അല്ലെങ്കിൽ അങ്ങ് ഓർമ്മ കിട്ടുന്നതില്ല. എന്തോ കണ്ടു, ഭയപ്പെട്ടു പോയി, മക്കൾ കിടന്ന് കരഞ്ഞു. ഞാൻ സ്വപ്നം കണ്ട് വിറച്ചു. പാസ്റ്റർ, ഞാൻ കണ്ട സ്വപ്നം ഒന്ന് പാസ്റ്റർക്ക് വെളിപ്പെടുത്തുക എന്ന് നിങ്ങളോട് പലരും ചോദിച്ചിട്ടില്ലേ? ഉണ്ടെന്നേ ചോദിക്കും വിശ്വാസം ചോദിക്കും. എന്തുകൊണ്ടാ? നീ കണ്ട ദർശനം, നീ കണ്ട സ്വപ്നം, നീ കണ്ട വെളിപ്പാട് നിനക്ക് വെളിപ്പെടാതെ പോയത് എന്തുകൊണ്ടാണ്? നീ മറ്റൊരാളുടെ അർത്ഥം ചോദിച്ച് നടക്കുന്നത് എന്തുകൊണ്ടാ? ഇവിടെ പത്മോസിന്റെ ഏകാന്തതയിൽ പത്മോസിന്റെ ഏകാന്തതയിൽ യോഹന്നാൻ അവിടെ തടവിലായിരിക്കുമ്പോൾ സ്തോത്രം, പത്മോസിന്റെ ഏകാന്തതയിൽ വെച്ച് യോഹന്നാൻ ആത്മവിവശതയിലെത്തി കഴിഞ്ഞപ്പോൾ നമ്മുടെ കർത്താവ് ഇവിടെ കയറി വാ, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. അല്ലേരിയ. നിങ്ങൾ വെളിപ്പാട് 4 വായിച്ചിട്ടുണ്ടല്ലേ? എന്നിട്ട് യോഹന്നാൻ ആ ദർശനം കണ്ടിട്ട് യോഹന്നാൻ പിന്നെ വെളിപ്പാട് പുസ്തകം എഴുതുമ്പോൾ, അയ്യോ, ഞാൻ ആ വെളിപ്പാട് കണ്ടിരുന്നു, ഞാൻ ആ ശബ്ദം കേട്ടിരുന്ന മറന്നു, ഇനി എന്താ എഴുതേണ്ടത്? ഇനി രണ്ടാമത് ആരോട് ചോദിക്കും? പത്മോസിൽ ആളില്ല, ആരോട് ചോദിക്കാനാ? യോഹന്നാൻ ആരോടും ചോദിച്ചു നടന്നൊന്നും അല്ലല്ലോ വെളിപ്പാട് പുസ്തകം എഴുതിയത്. താൻ കണ്ടത് അക്ഷരാർത്ഥത്തിൽ അല്ലെങ്കിൽ ആത്മീയമായി യോഹന്നാൻ കണ്ടതെല്ലാം എഴുതി വെച്ചു, മറന്നുപോയില്ല. പക്ഷെ നീ കണ്ട വെളിപ്പാടുകൾ മറന്നുപോയില്ലേ? നീ കണ്ട സ്വപ്നം മറന്നുപോയില്ലേ? നീ കണ്ട ദർശനം മറന്നുപോയില്ലേ? നിന്നോട് രാത്രി ദൈവം സംസാരിച്ചിട്ടുണ്ടെന്ന് നീ പറയുന്നുണ്ടെങ്കിൽ നീ അത് മറന്നുപോയില്ലേ? നിനക്ക് എഴുതാൻ കിട്ടുന്നുണ്ടോ? എഴുതാൻ കിട്ടുന്നില്ല. എന്തുകൊണ്ടാ? നിന്റെ മേൽ ദൈവാത്മാവില്ലെന്നുള്ളതാ. നിനക്ക് തന്ന ദർശനം ദൈവം ഒരു ദർശനം വെളിപ്പാട് തന്നാൽ അത് മറ നീക്കിയ തരുന്നത് കേട്ടോ. മറ നീക്കി കാണിക്കുക. വെളിപ്പാട് പുസ്തകം എന്ന് പറഞ്ഞാൽ മറ നീക്കി കാണിക്കുക. അത് യോഹന്നാൻ സകലവും ദൈവം മറ നീക്കി കാണിച്ചതുപോലെ ഈ നാളുകളിൽ ശക്തമായി വെളിപ്പാട് ദൈവം സഭയ്ക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നു. നാളെ സംഭവിക്കാൻ, ഭാവി സംഭവിക്കാൻ, സഭയ്ക്ക് സംഭവിക്കാൻ, ദേശത്ത് രാജ്യത്ത് രാഷ്ട്രങ്ങളിൽ സംഭവിക്കുവാൻ, അധികാരികൾ സംഭവിക്കാൻ, ഈ കാലഘട്ടത്തിൽ ഈ യുഗത്തിൽ സംഭവിക്കേണ്ടത് എന്തെന്ന് ദൈവം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ദൈവം നിന്നെ യോഹന്നാൻ ഉപയോഗിച്ചതുപോലെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക. നീ ഒന്ന് വിധേയപ്പെട്ടു കൊടുത്താൽ ഹല്ലേലൂയ, രക്തം ചെയ്യും. നമ്മൾ കർത്താവിന് വേണ്ടി ജീവിക്കണം. നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചു, പക്ഷെ നിങ്ങൾ കർത്താവിന് വേണ്ടി ജീവിക്കണം. ചിലപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയാണ് ജീവിക്കുന്നത്. അതൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ജീവിക്കണം, പക്ഷെ നിങ്ങൾ കർത്താവിന് വേണ്ടി ജീവിക്കണം. ഹല്ലേലൂയ. ഞാൻ എൻ്റെ കുട്ടിക്കും എൻ്റെ ഭാര്യയ്ക്കും വേണ്ടി ജീവിച്ചു, പക്ഷെ ഞാൻ കർത്താവിന് വേണ്ടിയാണ് ജീവിച്ചത്. കർത്താവ് കഴിഞ്ഞിട്ടേ എനിക്ക് ഭാര്യയും മക്കളും ഉള്ളൂ. കർത്താവ് ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം. കർത്താവ് രണ്ടാം നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങളുടെ ഭാര്യയ്ക്കും മക്കൾക്കും കൊടുക്കണം. ബാക്കി എന്തും ആകാവുള്ളൂ. ആദ്യ കർത്താവിനെ
എന്ന് പറഞ്ഞ് എനിക്ക് എൻ്റെ ഭാര്യയെ വിട്ട് എൻ്റെ മക്കളെ വിട്ട് എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. ഭാര്യയും മക്കളെന്ന് പറഞ്ഞാൽ അവരൊന്നും നിനക്ക് പരിശുദ്ധാത്മാവിനെ തരത്തില്ലല്ലോ. ഭാര്യയോട് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മ മക്കളോട് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മ വരത്തില്ല. നീ നിന്റെ ഭാര്യയ്ക്ക് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക ശ്രോതാവേ. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിനകത്ത് ആത്മാവിന്റെ മഴ പെയ്തിറങ്ങട്ടെ. ആത്മാവിന്റെ അഭിഷേകം ഇറങ്ങിയിട്ട് കൂടിയിരുന്ന മാളിക മുറിക്കകത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നെങ്കിൽ നീ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്നതിന്റെ ഭവനത്തിനകത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങട്ടെ. സുവിശേഷം തീ പോലെ ആളി കത്തട്ടെ. തീങ്കൽ ചുള്ളി കത്തുന്നത് പോലെ നീ കൊണ്ട് കത്താൻ തുടങ്ങണം. തീങ്കൽ വെള്ളം തിളയ്ക്കുന്നത് പോലെ നീ അങ്ങോട്ട് തിളയ്ക്കാൻ തുടങ്ങണം. ഹല്ലേലൂയ. കർത്താവിന്റെ മാലകൾ ഉരുകിപ്പോകത്തക്കൂലെ നിന്റെ ജീവിതത്തിനകത്ത് ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടണം. ദൈവസഭയുടെ വൈരികൾ കാണത്തക്ക നിലയിൽ നിന്നിലെ അഭിഷേകം വെളിപ്പെടണം. ഇതൊക്കെയാ ശക്തമായ ഉണർവ് കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ മാനുകൾ നീർത്തോടുകളിലേക്ക് കാക്ഷിച്ച് ചെല്ലുന്നത് പോലെ ദാഹത്തോടു കൂടിയ ഉണർവിനായൊരു പ്രാർത്ഥന. ഹല്ലേലൂയ. നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്ന പോലെ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. ദാവീദ് പറയുന്ന പോലെ വിശന്നിരിക്കുന്നവരെ നന്മകളാണ് നിറയ്ക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നമ്മൾ ലൂക്കോസ് സുവിശേഷം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ചുവെന്ന് കാണുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ലൂക്കോസ് സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ 1-ാം അധ്യായം അതിന്റെ 53-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. അവിടെ വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ച് സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു. അത് ഈ നാളിൽ ആത്മാവിന്റെ അഭിഷേകത്തിന്റെ വിശന്നിരിക്കുന്നവരെ നിറയ്ക്കുന്നൊരു ദൈവമാണ്. ഹല്ലേലൂയ. ആത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി അന്യഭാഷയ്ക്ക് വേണ്ടി വെളിപ്പാട് ദർശനം കൃപയ്ക്ക് വേണ്ടി നീ വിശന്നിരിക്കുന്നവളാണോ? ദൈവം നിന്റെ വിശപ്പിനെ മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിപ്പാൻ പറഞ്ഞപ്പോൾ അവർ ആ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരുന്നു. ഉയരത്തിന് ശക്തി ധരിക്കുമ്പോൾ നഗരത്തിൽ പാർപ്പിന്ന് പറഞ്ഞപ്പോൾ അവരതിനുവേണ്ടി കാത്തിരുന്നു. ഹല്ലേലൂയ. ആ കാത്തിരിപ്പ് വ്യർത്ഥമായി തീർന്നില്ല. ആ കാത്തിരിപ്പിന് ദൈവം മറുപടി നൽകി. എന്നാൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ നീ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിൽ യഹൂദയ എല്ലായിടത്തും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളായി തീരുമെന്ന് കേട്ട വാഗ്ദത്ത വചനത്തിനകത്ത് ഉറച്ചു വിശ്വസിച്ചു. ആ വചനം അവരുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ വേണ്ടി, ആ വചനം നിറയാൻ വേണ്ടി, അവർ വിശപ്പ് മാറാൻ, വിശപ്പിനെ മാറ്റി അവരെ നിറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ദൈവം പരിശുദ്ധമാവിനെ അങ്ങോട്ട് അയച്ചു കേട്ടോ. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ ആത്മാവിന്റെ ഉണർവ് ദൈവം തരാൻ ആഗ്രഹിക്കും. ലോകമെമ്പാടും ഉണർവ് ദൈവം ആഗ്രഹിക്കുന്നു. ക്രൈസ്തവ പീഡ വർദ്ധിക്കുമ്പോൾ, ക്രൈസ്തവ ഉപദ്രവം പീഡിപ്പിക്കുന്ന പീഡകൾ വളരുമ്പോൾ, ക്രൈസ്തവ കൂടുതൽ രക്തസാക്ഷിത്വം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓർത്തോണം, ഉണർവ് സംഭവിക്കുന്ന സമയമായി ദൈവം തന്റെ ജനത്തെ ഹല്ലേലൂയ ഒരുക്കിക്കൊണ്ടിരിക്കുക. സ്തോത്രം. ചിലത് രക്തസാക്ഷിത്വം ഭരിച്ചെങ്കിൽ ഹല്ലേലൂയ അതിനപ്പുറത്തൊരു വലിയ ഉണർവുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ഒരു ഉണർവ്. അതിനെ തടയുവാൻ ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾക്ക്, അധികാരികൾക്ക്, ന്യായാധിപന്മാർക്ക്, ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക്, ഇവിടുത്തെ തീവ്രവാദിക്ക്, ഭീകരവാദികൾക്കോ വർഗീയവാദികൾക്കോ, ഇവിടുത്തെ കുത്തക ജന്മികൾക്കോ ഒന്നും ഈ കാലഘട്ടത്തിൽ ദൈവസഭയ്ക്ക് ഉണ്ടാകുന്ന ഉണർവിനെ തടയുവാൻ ഈ ലോകത്തിൽ ഒരു അധികാര ശക്തിക്ക് കഴിയില്ല. ഉണർവിനെ തടയുവാൻ ഏതെങ്കിലും അധികാരത്താവത്ത് പറ്റുമോ? അല്ലെങ്കിൽ ഇല്ല. മിസ്രൈമിൽ 430 വർഷം അടിമത്തത്തിൽ കിടന്ന ഇസ്രായേലത്തെ വിടിപ്പിച്ചുകൊണ്ടുള്ള ദൈവം മോശയും അകരവിനെ അങ്ങോട്ട് അയച്ചു. ഫറവോനെ, അധികകാലം നീ എന്റെ ജനത്തെ ആ കഠിനവേല ചെയ്യിപ്പിക്കത്തില്ല. അധിക നാൾ എന്റെ ജനത്തെ നിനക്ക് വേദനിപ്പിക്കാൻ കഴിയത്തില്ല. ഞാൻ അവനെ മിസ്രൈമിൽ വിടിപ്പിക്കാൻ പോകുക. അവൻ പുറപ്പെടാൻ സമയമായി. അവൻ വാഗ്ദത്ത ദേശത്ത് ചെല്ലാൻ സമയമായി. ദൈവ സമയമായി. മിസ്രൈമിൽ വിടുതൽ അയച്ചതുപോലെ, ഇസ്രായേലത്തെ അവന് പുറത്തിറക്കിയതുപോലെ, അവന് വാഗ്ദത്ത കാനാനിലേക്ക് കൊണ്ടുവന്നതുപോലെ ഈ നാളിൽ ചില മിസ്രൈമിക ശക്തികൾ, ചില അന്ധകാരത്തിന്റെ ശക്തികൾ, ചില പൈശാചിക ശക്തികൾ, ചില ദുർഭൂത ശക്തികൾ ദേശത്തെ ഞെരുക്കി, ദൈവസഭ ഞെരുക്കി. മിസ്രൈമിൽ നൽകിയ ഫറവോന് സൈന്യം ജനത്തെ ഞെരുക്കിയതുപോലെ തന്നെ ഞെരുക്കിക്കൊണ്ടിരിക്കുക. അത് ഈ നാളുകളിലൊരു ഉണർവ്, ഒരു പുറപ്പാടിലേക്ക് ദൈവം ചില സഭകളെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്, ഉണർവഹിക്കാൻ പോവുകയാണെന്ന്. വിശുദ്ധി നിൽക്കുന്ന സഭയെ ദൈവം ഉപയോഗിക്കുക കേട്ടോ. വിശുദ്ധി നിൽക്കുന്ന ദൈവമക്കളെ ദൈവം ഉപയോഗിക്കുക. അതുകൊണ്ട് ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രശ്നീയത ഇവിടെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ ജനത്തിന് കുടിപ്പാൻ കൊടുക്കേണ്ടതിന് ഞാൻ മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശം നദികളും നൽകിയിരിക്കുന്ന യശയ്യാപ്രവാചകന്റെ പുസ്തകം 43:20 കാണാൻ കഴിയും. എന്താണ് പറഞ്ഞത്? സ്തോത്രം. അല്ലെങ്കിൽ വചനം പറയാണ്, അല്ലെങ്കിൽ സ്തോത്രം, എന്റെ ജനത്തിന് കുടിപ്പാൻ കൊടുക്കേണ്ടത് ഞാൻ മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശം നദികളും നൽകിയിരിക്കുന്നത്. അത് നീ ദൈവം തെരഞ്ഞെടുത്ത
നിന്നെ നിറയ്ക്കുവാൻ, നിന്റെ ദാഹം മാറ്റുവാൻ, നിന്റെ ദാഹം മാറ്റുവാൻ എന്ത് ചെയ്യും? ദൈവം നിനക്ക് വെള്ളവും നിർജ്ജന പ്രദേശത്ത് അല്ലൊരിയ നദികളും തരും എന്ന് പറഞ്ഞ് നിന്നെ ദൈവം ആത്മാവിൽ നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നു. നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിൽ നിറയ്ക്കും കേട്ടോ, രക്തം ചെയ്യും. അതുകൊണ്ട് ഇത് പകൽ നിന്റെ മനസ്സ് നിറഞ്ഞ്, ഹൃദയം നിറഞ്ഞ്, എല്ലാ കയ്പും മാറ്റിവെച്ചിട്ട്, എല്ലാ അഹങ്കാരങ്ങളും ഹുങ്കാരങ്ങളും സ്വയത്വവും ജ്ഞാനം എന്നുള്ള ഭാവമൊക്കെ മാറ്റിവെച്ചിട്ട് ദൈവത്തിന് താഴ്ത്തി കൊടുക്ക. ഹൃദയത്തിന്റെ അന്തർഭാഗത്തേക്ക് ദൈവത്തിന്റെ പരിശുദ്ധമാവ് ഇറങ്ങി വരുവാൻ, ആത്മാവിന്റെ മഴ നിന്റെ ഉള്ളിൽ നിറയാൻ വേണ്ടി, ആത്മാരി നിന്നിൽ നിറയപ്പെടാൻ വേണ്ടി നിന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്ക. രക്തം ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിങ്ങളുടെ പ്രാർത്ഥന സമയം പരിശുദ്ധാത്മാവ് നിറയുന്ന സമയമായി മാറട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന സമയം പരിശുദ്ധാത്മാവ് നിറയുന്ന സമയമായി മാറട്ടെ. നിങ്ങളുടെ ആരാധന സമയം പരിശുദ്ധാത്മാവിന്റെ സമയമായി മാറട്ടെ. നിങ്ങളുടെ സഭയ്ക്കകത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങട്ടെ. നിങ്ങളുടെ തലമുറകളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങട്ടെ. ആത്മാവിന്റെ മഴ നിങ്ങളുടെ സഭയിലേക്ക്, നിങ്ങളുടെ കുടുംബത്തിലേക്ക്, നിങ്ങളുടെ പ്രാർത്ഥനാ സമയങ്ങളിൽ ഇറങ്ങി വരണം. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ അതൊക്കെ നിന്നുപോയെന്ന് വേണം പറയാൻ. ഹല്ലേലൂയ, സ്തോത്രം. കാരണം പല സഭകളും ചെല്ലുമ്പോൾ മരുഭൂമി വരണ്ട് കിടക്കുന്ന പോലെ പല സഭകളും കിടക്കുന്ന വരണ്ട് ദാഹിച്ചിരിക്കുക. ജനത്തിന് വേണ്ടുന്ന ഭക്ഷണം കിട്ടുന്നില്ല, ജനത്തിന് വേണ്ടുന്ന ആഹാരം കൊടുക്കും, വചനം കിട്ടുന്നില്ലാത്തത് കൊണ്ട് പലരും വരണ്ട് കിടക്കുക പല സഭകളും. എന്താ ദാവീദ് പറഞ്ഞത്? യഹോവ എന്റെ ഇടയനാകുന്നു, പച്ചയായി പുൽപ്പുറങ്ങളിൽ അവനെ കിടത്തുന്ന, സ്വസ്ഥതയുള്ള വെള്ളത്തിലേക്ക് നടത്തുന്നതേ. ദാവീദിന് മനസ്സിലായി, ഞാൻ കടന്നു പോകുന്ന പച്ചയായ പുൽപ്പുറങ്ങളിലൂടെയാ സ്വസ്ഥതയുള്ള വെള്ളത്തിലേക്ക്. കാരണം അവിടെ വരൾച്ചയില്ലായിരുന്നു. അത് ഇന്നത്തെ സഭകളിലും വരൾച്ചയിലെ സഭ എന്ന് പറഞ്ഞ പച്ചയായി പുൽപ്പുറം പോലെ, ആടുകൾക്ക് മേഞ്ഞ് നടന്ന് ഇഷ്ടം പോലെ തിന്നുവാൻ, ഇഷ്ടം പോലെ ഭക്ഷണം കിട്ടത്തക്ക പോലെ, അവർക്ക് സ്വസ്ഥമായി വെള്ളത്തിലേക്ക് വെള്ളം കുടിക്കത്തക്ക പോലെ സഭ ഈ ദിവസങ്ങളിൽ ആ അനുഭവത്തിലേക്ക് മടങ്ങി വരട്ടെ. ഇന്നത്തെ പല സഭകളും ഹല്ലേലൂയ ഉണങ്ങി വരണ്ട് കിടക്കുക. ഇന്നത്തെ സഭാവിശ്വാസികൾ ഈ ആഴ്ച ഒരു സമയമാണ്, അടുത്ത ആഴ്ച വേറെ ദിവസം, മറ്റൊരാഴ്ച വേറെ സമയം വന്നിട്ട് ഇങ്ങനെ കുറ്റം പറഞ്ഞേക്കാം പല സഭാവിശ്വാസികൾ. ഇന്നത്തെ എത്രയോ വിശ്വാസങ്ങളുണ്ട് കുറ്റം പറയാൻ വേണ്ടി മാത്രം സഭയ്ക്കകത്ത് വരുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്, സഹോദരന്മാർ. കുറ്റം പറച്ചില്ല, അവരുടെ മേലെ ഒരുപാട് ദുർബോധങ്ങളായിരിക്കുന്നത്. വീട് തോർന്ന് പോയി കുറ്റം പറയുക, പാസ്റ്റർമാർ ഉപദേശിമാരുടെ കുറ്റം പറയുക, വിശ്വാസികളുടെ കുറ്റം പറയുക, അടുത്ത സഭയിലെ ആൾ കുറ്റം പറയുക. എന്നെ കേൾക്കുന്ന സഹോദരി, നിന്റെ പേര് വലിയൊരു ദുർബോധം കിടക്കുക, നിന്റെ പേര് വലിയൊരു സാത്താൻ പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണ് നീ കുറ്റം പറഞ്ഞ് നടക്കുന്നത്. നിനക്ക് ഉണർവ് കാണാനേ പറ്റത്തില്ല, അഭിഷേകം എന്ന് പറയാൻ നിനക്ക് തിരിച്ചറിയാനേ പറ്റത്തില്ല. കാരണം നിന്റെ ദുർഭൂതം കിടക്കുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്നത് എന്നെ കേൾക്കുമ്പോൾ കർത്താവ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന സമയത്തെ നിങ്ങൾ പ്രയോജനപ്പെടണം. നിങ്ങളുടെ മഴ പെയ്യുന്നത് എങ്ങനെ? വലിയ ഇടിമുഴക്കത്തോടുകൂടി, മിന്നലോടുകൂടി, വലിയ കാറ്റോടുകൂടി, കാറ്റും കോളും ഒക്കെ കണ്ട് വലിയ ഇടിമുഴക്കത്തോടെ മിന്നലോടി മഴ പെയ്തിറങ്ങുന്നത് പോലെ ഈ നാളുകളിൽ ദൈവം പിന്മഴയെ അയക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. വലിയ പിന്മഴ എന്ന് പറഞ്ഞാൽ വലിയ മിന്നലും ഇടിയും, ഹല്ലേലൂയ, കാറ്റും പോലെ ഈ നാളുകളിൽ ദൈവസഭയ്ക്കകത്തേക്ക് ദൈവം പരിശുദ്ധാത്മാവിനെ അയക്കും. എന്ത് ചെയ്യും? വലിയ ഉണർവ് അങ്ങോട്ട് സംഭവിക്കാൻ തുടങ്ങും. അവിടെയെല്ലാം ദൈവജനങ്ങൾ പ്രാർത്ഥിക്കുന്നു, അവിടെയെല്ലാം ഉണർവുകൾ സംഭവിച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് ജനം രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അനവധി ആളുകൾ രക്ഷിക്കപ്പെട്ട് ദൈവസഭയ്ക്ക് കടന്നു വന്നിട്ടുണ്ട്. അനവധി സ്തോത്രം. സിനിമാശാലകളും നൃത്തശാലയും ബീവറേജിലും ബാറുകളും കള്ള് അന്ധകാര ശക്തി ഇരിക്കുന്ന അടച്ചു പൂട്ടിയിട്ടുണ്ടെന്ന് ഉണർവിറങ്ങിയതുകൊണ്ട് എൻ്റെ ഏരിയ മാനസാന്തരപ്പെടണം. മടങ്ങി വന്ന് ദൈവത്തെ സ്തുതിക്കാൻ കഴിയണം. വായിച്ച വചനത്തിലേക്ക് വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഭാഗത്ത് ഒരുപാട് പറയാനുണ്ട്. പക്ഷെ പ്രാർത്ഥിക്കുവാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. വായിച്ച വചനം എന്താണ്? സക്കറിയ പ്രവാചകന്റെ ദിവസം 10-ാം 1 വാക്യം. പിന്മഴയുടെ കാലത്ത് യഹോവയുടെ മഴയ്ക്ക് അപേക്ഷിച്ച് യഹോവ മിന്നൽപ്രൺ ഉണ്ടാക്കുന്നുവല്ലോ. അവൻ വയലിലെ അവൻ അവർക്ക് വയലിലെ ഏത് സസ്യത്തിനും വേണ്ടി മാരി വേയിച്ചു കൊടുക്കുമെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. പ്രാർത്ഥിക്കാം നമുക്ക്. ഒരു പിന്മഴയ്ക്ക് വേണ്ടി. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കും. വചനം കേട്ടുകൊണ്ട് സകല ജനത്തിന് കർത്താവ് ഒരു ആത്മാവിന്റെ അഭിഷേകം ഇറങ്ങി അന്യ ഭാഷയാൽ തിരഞ്ഞെത്തി നിറഞ്ഞിട്ട് പരിശുദ്ധം നിറയപ്പെട്ട് കൃപയും കൃപാവരങ്ങളാൽ വെളിപ്പാട് ദർശനങ്ങൾ നിറയപ്പെട്ട് ശക്തം ഒരു ആത്മാവിന്റെ ഉണർവ് ഈ നാളുകളുടെ ദൈവസഭയ്ക്ക് പകരുവാൻ ഞങ്ങൾ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദുരാചാരങ്ങൾ, ദുർമാന്ത്രമാ ദുർസേവകളും, അവിചാര മാത്രമാ കൂടോത്സവത്തിലെ സുവിശേഷ വിരോധികളും തീവ്രവാദി ഭീകരവാക്യവാദികളും സ്ഥാനങ്ങളും അധികാരങ്ങളും പേരും പെരുമയും ധനവും ധനാഗ്രഹങ്ങളും ദിവ്യാഗ്രഹങ്ങളുടെ സമയം മൂടിക്കൊണ്ടിരിക്കുമ്പോൾ
കർത്താവ് ഈ നാളുകളിൽ അല്ലെങ്കിൽ ഒരു വലിയ ഉണർവ് ദൈവജനത്തെ വിലയിക്കണമേ. ഞങ്ങളുടെ തലമുറ ഉപയോഗിക്കണമേ, യുവതി യുവാക്കന്മാർ ഉപയോഗിക്കണമേ, യൗവനക്കാരികൾ വാർദ്ധക്യം ശക്തമായി ഉപയോഗിക്കണം. ദൈവസഭ ദൈവദാസന്മാർ ഉപയോഗിക്കുവാൻ കർത്താവ് ജലത്തിലെ ആത്മാവിസാല കൺക്ഷനിലേക്ക് വിശുദ്ധിയെ തികച്ചുകൊണ്ട് കർത്താവിനോട് പ്രയോജനപ്പെടുന്ന ഒരു തലമുറയെ എഴുന്നേൽപ്പിക്കണമേ. സകല മകത്വം കൊടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ.